എല്ലാവരും ഇങ്ങോട്ട് നോക്കി. പലതും ചെയ്തു കഴിഞ്ഞല്ലോ. ഇന്നുവരെ ചെയ്യാൻ കോൺഗ്രസ് സർക്കാരുകാർ മടിച്ചതും CPM-ന്റെ ആളുകൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നതും ഒരിക്കലും നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നതും എല്ലാം ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തു. എന്തൊക്കെയാണോ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് അതെല്ലാം ഞങ്ങൾ ചെയ്തു. ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ചെയ്യാനുണ്ട്. അടിപൊളി. ഇനിയും ചെയ്യാനുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന കണ്ടിട്ട് കരഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. 10 വർഷമായിട്ട് ഭാരതം അങ്ങ് ഹിന്ദുത്വ രാജ്യത്തിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഭാരതത്തിലെ ഒരു ജനതയ്ക്കും ഒരു സമുദായത്തിനും ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല. പറ്റിക്കാൻ വേണ്ടി പറയുന്നുണ്ട് സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നതെന്ന് പറയണം. ഒരു കോൺസ്റ്റിറ്റ്യൂഷനും തകർന്നിട്ടില്ല 10 വർഷമായിട്ട്. ഭയങ്കരം തന്നെ. പിന്നെ നിങ്ങൾ മണിപ്പൂരിലേക്കൊന്ന് നോക്ക്. ആ മണിപ്പൂരിലേക്കൊന്ന് നോക്ക്. ഹരിയാനയിലേക്ക് നോക്ക്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. സാർ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചോ? ഒരു സാമാന്യം വരുന്നതാണ്. ഏത് ചർച്ച വന്നാലും നിങ്ങളുടെ പരിപാടി ഇതാ. ചർച്ച വയ്ക്ക്. പരസ്യമായിട്ടാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. ചർച്ച വന്നിരുന്നു വർത്താനം പറയരുത്. ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം വളരെ വളരെ സുനിശ്ചിതമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞതെല്ലാം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു, കക്കാതെ നിൽക്കുന്നു.